ഇന്ന് ശപിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി വീണ്ടും അടുത്ത് ചിരിക്കുന്ന സീനിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇമോഷൻസ് തിരിച്ചു പിടിക്കുന്നുണ്ട്. താങ്ക് യു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാണ്, ബിക്കോസ് എന്നെ ഞാനായിട്ട് അതിൽ മനസ്സിലാക്കി തന്നതിന്. നോക്കി എൻ്റെ ശരീരം നോക്കിയേ, ഇങ്ങനെ ധരിച്ചു നിൽക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഭയങ്കര ഫേമസ് ആണെന്ന്. ഇപ്പോൾ എന്നെ മനസ്സിലാക്കി തരികയാണ് നിങ്ങൾ. ഞാനിങ്ങനെ കയറുന്നു, ഈ അമ്മ ഇങ്ങനെ എണിക്കുന്നു. ഭയങ്കര ഇതാണ്. ഞാൻ ഇങ്ങനെ കയറുന്ന ഇവരെങ്ങനെ എണിക്കുന്നു, ആലോചിച്ച് നോക്കി നിങ്ങൾ. എണിക്കുന്നു. ആ അടുത്ത അസിസ്റ്റന്റ് ഷീലാമ്മ അവരും എണിക്കുന്നു. റോസ് പൂവെന്നൊക്കെ അല്ലേ നമ്മൾ കേൾക്കുന്നത്, അതുപോലെ ഇരിക്കുന്നു അവര് ഞാൻ തൊട്ടോട്ടെ ഒന്നും ചോദിച്ചു. എന്നിട്ട് പിടിച്ച് ഉമ്മ വെച്ചു ഞാൻ. ചേച്ചി വാർത്തക്കകത്ത് ചുമന്ന സാരി ഉടുത്തിട്ട് കളക്ടർ ഫസ്റ്റിൽ വരുന്ന സീനുണ്ട്. ഇൻട്രഡക്ഷൻ എക്സലൻസ്. നാം തുടങ്ങി വെച്ച ജോലി ഇന്ന് തന്നെ തീർക്കണം. എന്ത് രസാന്നറിയ ചേച്ചി കാണാൻ. എനിക്കാണെങ്കിൽ ആ ഭംഗി കണ്ടിട്ട് ഇത്രയും നന്നായിട്ട് സാരി ഉടുത്തത് ആര് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. സൂപ്പർ അല്ലേ ആ കളക്ടർ വന്ന്. അതെ, അങ്ങനെ ഒരു കോംപ്ലിമെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു സന്തോഷം. അടിപൊളി. ചില സീനിൽ ഞാൻ പോയൊരു ബാത്റൂമിൽ കരയും. നീ കരഞ്ഞോന്ന് ചോദിച്ചു ചേച്ചേട്ടൻ. ആണ്. എന്തിനാ കരുന്നേ? എനിക്ക് വൃത്തിയുടെ ഇരിക്കുന്നത്, എന്തിനാ ഇങ്ങനെ അഭിനയിപ്പിക്കുന്നത് എന്നു ചോദിച്ചു. സീമ ചേച്ചിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് മാം, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സിനിമകൾ ഇങ്ങനെ തലച്ചോറിലൂടെ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഭാഗമായിട്ട് പോലും ഞാൻ റീവിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ. പൊട്ടിച്ചെറിഞ്ഞ് മോചനം നേടുന്ന മഹാവിപ്ലവമായിരിക്കും. ഇന്നും കാത്തിരിക്കുന്ന നിത്യകന്യകയാണ് ഞാൻ എന്നാണോ. ഇപ്പോൾ ആയിൽ തുടങ്ങുന്ന പടങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ ആൾക്കൂട്ടത്തിൽ തനിയെ, ആരൂഢം, അങ്ങാടി, ഇങ്ങനെ നമ്മൾ ആ എന്ന് പറഞ്ഞു പോകും. അവളുടെ രാവുകൾ അത് വിട്ടിട്ട് എല്ലാം കൂടി പോകുന്നുണ്ടല്ലോ. എല്ലാ സിനിമകളിലും പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടേഴ്സ്, ബോൾഡ്നെസ് ഇതൊക്കെ കാണിക്കുന്നതിൽ മുമ്പിലായിരുന്നു. ഈ അടുത്ത് പണിയിൽ അഭിനയിക്കുന്ന സമയത്ത് ജോജു പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീമ ചേച്ചിക്ക് മാത്രം ഉണ്ടാക്കിയ ക്യാരക്ടറാണ്. അതായത് ഒരാൾക്ക് വേണ്ടി മാത്രം ഈ കാലഘട്ടത്തിലും ക്യാരക്ടർ ഉണ്ടാക്കുകയാണ് ജോജുവിനെ പോലെ ഒരു ഡയറക്ടർ. അതെൻ്റെ ഒരു ഭാഗ്യമാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നമ്മുടെ മധു സാറിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് പോയതാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഒരു ഫോൺ കോൾ വന്നു, അങ്ങനെ ജോജു സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ വരും നിങ്ങളെന്ന് പറഞ്ഞു. അതിൻ്റെ മാനേജർ. ഞാൻ പറഞ്ഞു നാളത്തെ വൈകുന്നേരത്തെ ഫ്ലൈറ്റ് വരുന്നു. അപ്പം പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടി. ഞാനത് ഒരു തമാശയായിട്ട് എടുത്ത്. വീട്ടിൽ വന്നപ്പം എൻ്റെ മോനും ഉണ്ടായിരുന്നു. പുള്ളി തന്നെ വന്നു. സന്തോഷമാണ് എനിക്ക്. ബിക്കോസ് ഇപ്പോഴൊക്കെ ഫോണിൽ കൂടിയാണ് എല്ലാവരും. ഷൂട്ടിംഗ് ഉണ്ട്, അഭിനയിക്കാൻ പറ്റുമോ, ഇന്ന റോളുണ്ട്, വരാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യം. പക്ഷെ ആ ഒരു ഇതിൽ ഇത് എനിക്കൊരു അത്ഭുതമായി തോന്നി ഈ കാലഘട്ടത്തിൽ. അപ്പോൾ പുള്ളി വന്നു, മോനും ഇരുന്ന് കഥ കേട്ടു. എൻ്റെ കഥാപാത്രം കണ്ടപ്പോൾ ഞാൻ ജോയി സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ എന്നെ ഈ പടത്തിൽ വിളിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ ആ ഒരു ലാസ്റ്റ് സീനല്ലേ ക്ലൈമാക്സിൽ, അത് വേറെ ആയിരുന്നു. അതിനേക്കാളും നല്ലത് ഇപ്പം എടുത്തതാണ്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മ വിടല്ലേ അമ്മ, ചെയ്യണം. ഞാൻ ഉറപ്പായിട്ട് ചെയ്യാം മോനെ. അപ്പം അത് നല്ലൊരു പേര് കിട്ടി. ഇപ്പോഴും ഇന്നാളെ എവിടെയോ പോയപ്പോഴും പണീനെ കുറിച്ച് എടുത്ത് പറഞ്ഞു. പുള്ളി പ്രതീക്ഷയില്ല ഞാൻ ഫൈറ്റ് ചെയ്യുന്നുള്ളത്. ചേച്ചി ഒരു ഫൈറ്റ് ഉണ്ട് ചേച്ചി. പുള്ളി ടെൻഷനായിരുന്നു, ചേച്ചിനെ കൊണ്ട് എങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ഉള്ള ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അപ്പം ഞാനതങ്ങ് ചെയ്ത് ഞാൻ പോയി. പുള്ളി അത് പ്രതീക്ഷയില്ല. ചേച്ചി അസലായിരുന്നു വെച്ചത്. ഇതൊക്കെ ഒരു നല്ലൊരു മൂവ്മെൻ്റ് ആണ്. വ്യത്യസ്തമായ ഒരു കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒളിമ്പ്യൻ അന്തോണി ആദം ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. അതിനുശേഷം കടുവ ചെയ്യുന്നു. അങ്ങനെ കുറേ പടങ്ങളിൽ കടുവ ഇപ്പോഴാണ് ചെയ്തത്. അതെ, ഈ അടുത്ത കാലത്ത് ചെയ്തതാണ്. പക്ഷേ പുറകോട്ട് പോകുമ്പോഴാണ് ചേച്ചി ആരാണെന്നുള്ളത് ശരിക്കും മനസ്സിലാവുക. ചില സീൻസ് ഞാൻ കാണിക്കാം. ചേച്ചി അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ചില സീൻസ് ഉണ്ട്. അതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഫെമിനിസത്തെക്കുറിച്ച് പല പടങ്ങളിലും അത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ഫെമിനിസ്റ്റിക് ആശയങ്ങൾ. പക്ഷേ അന്ന് ടി ദാമോദരൻ സാറിൻ്റെയും MD സാറിൻ്റെയും ഒക്കെ തിരക്കഥകളിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഭയങ്കര ബോൾഡ്നെസ് ഉള്ള കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ മമ്മൂക്കയാണ്, ഇല്ലെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, ഇങ്ങനെ ആര് എതിരെ വന്ന് നിന്നാലും അവർക്കും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. പക്ഷെ തിരിച്ചുള്ള ഡയലോഗ്സിന് ഒരു കുറവും ഉണ്ടാവില്ല. ഒരു ഡയലോഗ് നമുക്ക് തുടങ്ങാം. പ്ലീസ്. ഇത് വാർത്തയിലെ ഒരു സീനാണ് ചേച്ചി. ഒരു പത്രപ്രസ്താവന കൊണ്ട് അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് കരുതിയോ? തനിക്കെതിരായ ശക്തി I will not. What are you trying to achieve?
You want to be a martyr? Want to be a hero? No, there are no heroes, no crusaders here. This is a sick society. And in my way, I'm trying to cure the sickness. That is my duty and moral responsibility. ഇത് നോക്കി എൻ്റെ ശരീരം നോക്കിയേ, ആ ഇങ്ങനെ ധരിച്ചു നിൽക്കുന്നു. ഇത് ഒരു സിനിമ മാത്രമല്ല ചേച്ചി, പല സിനിമകളിലും പഞ്ച് ഡയലോഗ് പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ പൊതുവിൽ പുറകിൽ നിൽക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ചേച്ചി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലുള്ള പഞ്ച് ഡയലോഗ്സ് പറയുന്ന സ്പേസിൽ നല്ല ഡയലോഗ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേ സീന് തന്നെ മറ്റൊരു സിനിമയിൽ കാണിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെയിലെ ഡയലോഗാണ്. പഠിക്കുന്ന കാലത്ത് ഒരു പുതിയ പെൻസിൽ ആർക്കിവിടെ വാങ്ങിച്ചാലും ശാഠ്യം പിടിച്ച് കരയുന്ന നിലയ്ക്കത് കിട്ടും. ഈ കടിച്ചു കുത്തുന്ന പെൻസിൽ കുറ്റികൊണ്ടാണടാ ഞങ്ങളും എഴുതിയിരുന്നത്. മാം, ഈ സിനിമയിൽ തന്നെയുള്ള വേറൊരു സ്പേസിൽ, അതായത് ആ ക്യാരക്ടറിൻ്റെ ഫോർമേഷനാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കണ്ടനോ പരിചയപ്പെട്ട കന്നെപ്പോലെ നട്ടല്ലില്ലാത്തൊരുത്തിന് വേണ്ടി ഇന്നും കാത്തിരിക്കുന്ന നിത്യകന്യയാണ് ഞാൻ എന്നാണോ താൻ ധരിച്ചത്? ഇന്നത്തെ എന്റെ സങ്കല്പത്തിലുള്ള ആ ഭർത്താവിന്റെ യോഗ്യത വെറും ഒരു സബ് ഇൻസ്പെക്ടറായ തനിക്കില്ല. ചേച്ചിയുടെ കഥാപാത്രങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്താണോ ആ ബോൾഡ്നെസ് എന്ന് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന, ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്ന ബോൾഡ്നെസ് ഇതിനകത്തുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാവങ്ങളെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചേച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ സ്പേസിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ കോമ്പറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. ക്ലൈമാക്സിലൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ത്രീയൊക്കെ ഉണ്ടാവും. ഈ സിനിമകളുടെയൊക്കെ ഈ ഡയലോഗ് അന്ന് പറയുന്ന സമയത്ത് ചേച്ചി ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെ ചർച്ചയാവുമെന്ന്? അന്നേ പ്രതീക്ഷിച്ചില്ല, എന്നിട്ടല്ലേ ഇന്നും പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു IV ശശി, എൻ്റെ കെട്ടിയോനാണ്. ശശിയേട്ടനാണ് ഇതിൻ്റെ ബാക്ക് ബോൺ. മാഷ് ദാമോര് മാഷ്, വാസേട്ടൻ, ഇവരൊക്കെ ബാക്ക് ബോണാണ്. ഞാൻ സത്യം പറഞ്ഞാൽ സെറ്റിൽ പോയാൽ കളിച്ചും ചിരിച്ചൊക്കെ നടക്കും. ശശിയുടെ പറയാം, മോളെ 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 എന്നാണ് വിളിക്കുന്നത്. ബിബോൾ വാ ഷോട്ടിന് വാ ഷോട്ട്. ഞാനോ അപ്പോൾ പറയാം ഷോട്ടിൽ വന്നാൽ പോരെ, എന്തിനാ ശശിയുടെ ചുമ്മാ ആവശ്യമില്ലാതെ ചുമ്മാ നെയ്ന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ, കുട്ടിക്കളിയാണ് അത്. ഇങ്ങനെ ഇത്രയും ബോൾഡ്നെസ് എന്നുള്ളത് ഇന്നാ ഞാൻ അറിയുന്നത്. സത്യം പറയാണ്, കാര്യമായിട്ട് പറയാണ്. ബിക്കോസ് അന്ന് അത് ഒരുപാട് അങ്ങ് കളിച്ചും ചിരിച്ചൊക്കെ നടന്ന അങ്ങനത്തെ ഒരു അഭിനയമാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പം അത് ഇങ്ങനെ വേണമെന്നുള്ളത് ശശിയേട്ടനാണ് പറയുന്നത്. ഈ ഡയലോഗ്, ബിക്കോസ് ഈ ഇത്രയും എമോഷണലുള്ള ഡയലോഗ് ഇത്രയും ഇപ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് അത് കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും ബോൾഡായിട്ട് ഉണ്ടോയെന്നുള്ളത് ഇപ്പോഴാണ് കേൾക്കുന്നത് ഞാൻ. വെച്ചാൽ ഇപ്പം നമ്മൾ ഇടയ്ക്ക് ഞാൻ എൻ്റെ പടങ്ങളിൽ തന്നെ കാണാറുണ്ട്. കുറേ കാണാത്ത പടങ്ങളൊക്കെ കുറച്ച് ഇപ്പോഴാണ് കാണാൻ തുടങ്ങുന്നത് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഞാനാണോ ഇതെന്ന് ആലോചിക്കുന്നത്. ഈ ഗൈഡ് ചെയ്തതിൽ IV ശശി തന്നിട്ടുള്ള ഏറ്റവും നല്ല ഉപദേശങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കണ്ണുനീര് വീഴാൻ പാടില്ല, അത് കണ്ണിൽ തന്നെ നിൽക്കണം, അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കഥാപാത്രം. അതാണ് വലിയ തലവേദനയാണ് അത്. അതിങ്ങനെ നിൽക്കണം എന്ന് പറയും. ഞാൻ പറയും ശശിട്ട് ഇങ്ങനെ നിന്ന് അത് എങ്ങനെ നിൽക്കും, അത് അതിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും ഞാൻ. അല്ല കഴിയാതെ നീ എന്താ പുഴ ഒഴുകുന്നു, ഇവിടെ ഒഴുകാൻ പാടില്ല എന്നറിയും. അത് മരിക്കുന്ന സീന് വന്നാൽ കരയണ്ടെന്ന് പറയും. കരയാൻ പാടില്ല. എന്നിട്ട് ശരിക്കും മരിക്കുന്ന വീട്ടിൽ പോയാൽ ശശിയേട്ടനും ഞാനും അങ്ങനെ പോകുമ്പോൾ എല്ലാവരും കരയും. ഞാൻ പറയും ശശിയേട്ടാ കണ്ട എങ്ങനെ ഒഴുകുന്നു നോക്കി കണ്ണിന്നേരം. ശശിയേട്ടൻ ഇങ്ങനെ അവർക്ക് ചോദിക്കുന്ന ചോദ്യം സമയം നോക്കിയെന്ന് ആലോചിച്ച് ശശിയേട്ടൻ പറയും ചോദിക്കേണ്ട സമയമാണോ ഇതെന്ന്. ഞാൻ ഇല്ല, ശശിയേട്ടനല്ലേ പറയും ഇവിടെ നിൽക്കണം, കണ്ട കണ്ണീരിന്നൊക്കെ ഒഴുകുന്നു, എങ്ങനെയൊക്കെ ആവുന്നു, എന്നെ പറഞ്ഞൊരു കാര്യമില്ല എന്നൊരു ലുക്ക് ശശിയേട്ടൻ. അങ്ങനെയാണ് അത്, വലിയ പാടാണ് അത്. പ്രാർത്ഥനയുണ്ടാവും, ഞാൻ പറയുന്നത് വിശ്വസിക്കില്ലേ? അത് ഗ്ലിസറിൻ ഇടാനും പാടില്ല. ഗ്ലിസറിൻ ഇട്ടാൽ ഒഴുകും. അപ്പം മനസ്സിൽ ആ ഫീലിംഗ് കൊണ്ടുവരാൻ പറയും. നീ മനസ്സിലത് ആലോചിക്ക്, ഇതെങ്ങനെയാണെന്നുള്ളത് ആലോചിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ ഈ അനുബന്ധം എന്ന് പറഞ്ഞ പടത്തിലൊക്കെ നിങ്ങൾക്ക് ക്ലൈമാക്സിൽ നോക്കിയാൽ അറിയാം, ശശിയേട്ടൻ എന്നെ കരയിപ്പിച്ച് വിട്ടു. അത് വിട്ടിട്ട് ഷോട്ട് കട്ട് ചെയ്താണ്. പിന്നെ വന്നിരുന്നു, നിന്നോടും പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. കട്ട് ചെയ്തേ ഇല്ല ശശിയേട്ടൻ, അങ്ങനെ എടുത്തോണ്ടേയിരുന്നു. അപ്പോൾ ആ ഫീലിംഗ് പിന്നെ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ഗ്ലിസറിൻ ഇടാറുത്. ശശിയേട്ടന് ഗ്ലിസറിൻ ഇടാൻ പാടില്ല.
അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഗ്ലിസറിൻ ഇടണം എന്ന്. പിന്നെ പുള്ളിക്ക് അങ്ങ് നാച്ചുറലായിട്ട് അത് വേണം. നീ ആലോചിക്കുക, നീ കരയുമ്പോൾ കണ്ണ് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ നിൽക്കും, നോക്കിക്കോ, നീ ഫീൽ ചെയ്യും. അത് ശരിയാണ്, ഫീൽ ചെയ്യുമ്പോൾ അവിടെ നിൽക്കുള്ളൂ അത്. അതെ അതെ അതെ, അത് പവർ കൂടുതലാണ്. ചേച്ചി ഒരു സീനും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് രണ്ട് തരം ഇമോഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. ഈ സീനിൽ വന്നിട്ട് അവിടെ എത്തുമ്പോൾ ആ ഇമോഷൻസ് കറക്റ്റായിട്ട് മാറുന്നത്. ഞാൻ ശപിക്കും. സത്യം. ശപിച്ചിട്ടില്ല. ഇന്ന് ശപിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി വീണ്ടും അടുത്ത് ചിരിക്കുന്ന സീനിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇമോഷൻസ് തിരിച്ചു പിടിക്കുന്നുണ്ട്. താങ്ക് യു. എന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാണ്, ബിക്കോസ് എന്നെ ഞാനായിട്ട് അതിൽ മനസ്സിലാക്കി തന്നതിന്. താങ്ക് യു സോ മച്ച്. ചേച്ചി ആ കണ്ണടയ്ക്കുന്ന ആ സ്പേസിലാണ് ശരിക്കും തിരിച്ച് വർക്ക് ചെയ്ത് ആ ചിരി വരുത്തുന്നുണ്ട്. അപ്പോൾ ആ ഇമോഷൻസ് അത് അങ്ങനെ കൺട്രോൾ ചെയ്യാനേ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്കത് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര ഒരു ഇൻ്റർവ്യൂവിൽ യൂട്യൂബിൽ ഭയങ്കര ഫേമസ് ആണെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് നല്ലൊരു എന്നെ മനസ്സിലാക്കി തരികയാണ് നിങ്ങൾ. ശരിക്കും ചേച്ചി ആ ഇമോഷനിലെ ആ വ്യക്തിക്ക് പിന്നാലെ കുറേ ദുരനുഭവം ഉണ്ടായല്ലോ ഇതിനകത്ത് ഈ പടത്തിൽ. പക്ഷേ അവിടെ ആ സമയത്തും അയാൾ ചിരിക്കുന്നുണ്ട്. ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ചിരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു തറവാട്ടിലെ ഒരു സ്ത്രീയാണ്. പക്ഷെ പല സ്ഥലത്തും ഡയലോഗ് പറയേണ്ടടുത്ത് പറയുന്നുണ്ട്, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുണ്ട് അവസാനം വരെയും. അപ്പോൾ ഇതിനകത്ത് ആ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവരുടെ മുഖത്ത് ആ പഴയ കാര്യങ്ങൾ ഞാൻ പണ്ടും ചെയ്തിട്ടില്ല പക്ഷെ ഇനി ഞാൻ ചെയ്യുമെന്ന് പറയുന്ന ഒരു സാധനമില്ലേ ചേച്ചി, ആ ഫീലൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ സാറിൻ്റെ ആ 8 പടം 9 പടം എന്താ ഞാൻ ചെയ്തിട്ടുണ്ട്. പുള്ളിനെ കാണാൻ പോവും ഞാൻ എപ്പോഴും. അപ്പം ഞാൻ ഒരിക്കൽ പോയപ്പം പുള്ളി പറഞ്ഞ വാക്കാണ്, നീയൊക്കെ അഭിനയിക്കാത്തതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അറിഞ്ഞോ എന്താ അറിയില്ല. ഞാനത് കേട്ടപ്പം സാഷ്ടാംഗമായിട്ട് താഴെ അങ്ങ് കാലിൽ വീണ്, എനിക്കിനി ഒരു അവാർഡും വേണ്ട, ഒരെണ്ണം വേണ്ട, എനിക്കിത് മതി എന്ന് പറഞ്ഞു. അപ്പം പുള്ളീൻ്റെ ബർത്ത്ഡേ അപ്പോഴും ആരും വിളിക്കുക, എനിക്ക് സീമനെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞു. അവിടെ കോഴിക്കോട് നടന്നപ്പം ഈ കഥാപാത്രങ്ങളൊക്കെ ചേട്ടൻ തന്നാണ്, അതിന് നമസ്കരിക്കുന്നു പറഞ്ഞ് നമസ്കാരം ചെയ്തു സ്റ്റേജിൽ. ഈ MT സാറിൻ്റെ ആൾക്കൂട്ടത്തിൽ തനിയയിൽ അവസാനം തനിയെ നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്, അതിലാണ് അവസാനിക്കുന്നത്. എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് തോന്നിയ ഒരു സങ്കടമുണ്ട്. അത് സങ്കടമല്ല, അത് നമുക്ക് ഒരു ഇങ്ങനെ നിൽക്കും തൊണ്ടയ്ക്കകത്ത്, നമ്മൾ കരയാനും പറ്റൂല വിഴുങ്ങാനും പറ്റൂല, അങ്ങനത്തെ ഒരു ഫീലിംഗ്. അത് ഭയങ്കര ഫീലിംഗ് ആണത്. തീർച്ചയായിട്ടും. നമുക്ക് ശ്വാസം മുട്ടലാണ്. അതെ, ഒരുപക്ഷെ നമ്മൾ അടുത്ത ക്ലിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് ശ്വാസം വിട്ടിട്ടാ പോവുക. ഞാൻ ഇപ്പോൾ റീവാച്ച് ചെയ്തപ്പോഴും രണ്ടും ഇപ്പോൾ ദാമോദർ മാഷിൻ്റെ എങ്ങനെയാ വെച്ചാൽ, ദാമോട്ടൻ വന്നിട്ട് ബോൾഡ്നെസ്സിൻ്റെ കൂടുതലാണ്, ഇത് സോഫ്റ്റ് കൂടി ബോൾഡാണ്. അത് രണ്ടും രണ്ട് വ്യത്യസ്തമാണ്. പക്ഷെ പെണ്ണുങ്ങളുടെ ഒരു ഇതുണ്ടാവും, അധികം ഉണ്ടാവും. ചേച്ചി ആ കണ്ണുനീര് അങ്ങനെ നിർത്തുന്നതിൽ രണ്ടർത്ഥം നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, ആ ക്യാരക്ടറിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നൊരു നടിക്ക് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഒരു പെണ്ണെങ്ങനെയാണ് കണ്ണുനീരിനെ കാണേണ്ടതെന്നുള്ള ശക്തമായിട്ടുള്ളൊരു വർത്താനമല്ലേ അത്. വീഴ്ത്തണ്ട, കണ്ണുനീര് വീഴ്ത്തണ്ട, അത് പിടിച്ചു നിർത്താനുള്ള ശേഷി ഉണ്ടാവണം എന്ന് പറയുന്നൊരു ഒരു ഒരു സ്റ്റാൻഡും കൂടെ അതിനകത്തില്ലേ. ചേച്ചി എങ്ങനെയാണ് ആ പറച്ചിലിനെ കാണുന്നത്? ഈ ഡയലോഗും പ്ലസ് കണ്ണുനീര് വീഴാനും പാടും ഇതൊക്കെ കുഴപ്പമാണ്. എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേ നമുക്ക് പ്രശ്നമാണ്. പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ്, ചെയ്യുന്ന എനിക്കാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഒരാളേക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കണ്ണുനീര് വെളിയിൽ വരാൻ പാടില്ല, ഡയലോഗ് നോക്കുമോ, കണ്ണുനീര് നോക്കുമോ, കണ്ണിന്ന് വെളിയിൽ വരാതിരിക്കാൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും. ഇതാണ് ചിന്ത അപ്പോൾ മുഴുവനും. നമുക്കത് ഭയങ്കര ഒരു ഇപ്പം നിങ്ങൾ എടുത്ത് ചോദിക്കുമ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത് ഈ വയസ്സിൽ. IV ശശിയുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ പേരൊക്കെ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അടിയൊടുക്കുകളെന്നോ അടിമകൾ ഉടമകളെന്നോ ഒക്കെ എഴുതി കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ വിറച്ചിട്ടുണ്ട്. എന്തൊക്കെ കാണാൻ പോവാണെന്നുള്ള എഴുതി കാണിക്കുമ്പോഴേ ഉണ്ടാവും. അതേപോലെ തന്നെ ആയിരിക്കും, അതുപോലെ ആയിരിക്കും, സ്കെയിലാണ്. അങ്ങാടി എന്നുള്ളത് അങ്ങാടി തന്നെയാണത്. അങ്ങാടി നമ്മൾ ഫീൽ ചെയ്തിട്ട് അങ്ങാടിയാണത്. അതൊരു ഇപ്പം എനിക്കത് തോന്നുന്നില്ല, ആ ഫീലിംഗ് വരുന്നില്ല. സോറി ടു സേ ദിസ്. ഇപ്പം വരുന്ന പടങ്ങളൊക്കെ
മനസ്സിലാവുന്നില്ല, ഒന്നാമത്തെ മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ദേഷ്യം പിടിച്ചിട്ട് അന്ന് ഉറങ്ങൂല്ല ഞാൻ. എന്തെങ്കിലും ഒരു പടം കണ്ടിട്ട് അയ്യോ എന്തിനാ ഈ പടം കണ്ട് ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ പടം ഇട്ട് കാണും. എന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇത് കഴിഞ്ഞ അപ്പ നല്ല പടം എന്ന് പറഞ്ഞ് ഉറങ്ങും. ഇതാണ് ഇപ്പോഴത്തെ ജോലി എൻ്റെ. ചേച്ചി വാർത്തക്കകത്ത് ചുമന്ന സാരി ഉടുത്തിട്ട് കളക്ടർ ഫസ്റ്റിൽ വരുന്ന സീനുണ്ട്. ഇൻട്രഡക്ഷൻ എക്സലൻസ്. നാം തുടങ്ങി വെച്ച ജോലി ഇന്ന് തന്നെ തീർക്കണം. എന്ത് രസാന്നറിയ ചേച്ചി കാണാൻ. എനിക്കാണെങ്കിൽ ആ ഭംഗി കണ്ടിട്ട് ഇത്രയും നന്നായിട്ട് സാരി ഉടുത്തത് ആര് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. സൂപ്പർ അല്ലേ ആ കളക്ടർ വന്ന്. അതെ, ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കോസ്റ്റ്യൂംസ് എടുക്കാന്ന് പറഞ്ഞു. ഞാൻ തന്നെ പോയി നല്ലിയിൽ പോയിട്ട് ഇങ്ങനെ എടുത്ത് ഒരു 16-17 സാരി എന്തെടുത്തു. അപ്പോൾ കോസ്റ്റ്യൂം കുമാരണ്ണനാണ്. അമ്മ മുൻഷിച്ചാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവളെതാ ഇവിടെ പോറോന്ന് പറഞ്ഞു. ഇങ്ങനെ സെലക്ട് ചെയ്ത സാരീസാണ്. ഓരോരോ സാരീനെയും കണ്ടിട്ട് എല്ലാവരും ഈ സാരിയും ഈ സ്ത്രീയും എന്താണിത്, പ്ലസ് അഭിനയം. ശശിയേട്ടൻ തന്നെ പറഞ്ഞു നല്ല സാരി സെലക്ട് ചെയ്തു. വെങ്കടഗിരി സാരി എന്ന് പറയും. അതിപ്പോൾ കിട്ടാറില്ല. ഓ, എന്നിട്ട് ആ ടെറൈനിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോഴേ ആ സ്ഥലത്തിന് വേറൊരു ആംബിയൻസ് ആണ് ഈ കളക്ടർ. കളക്ടർ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, റെഡ് കളറിലേ. പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു വിഷനാണ്. ചേച്ചി ഒരു ക്ലൈമാക്സ് ഞാൻ കാണിക്കാം. ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് എന്നെ തന്നെ ഞാനാണോന്ന് ആലോചിക്കുന്നു. ചേച്ചി എല്ലാം മാസ് ഡയലോഗാണ്. അതെ, അത് ബമാഷാണ്. ദാമോട്ടനെയാണ് അസാധ്യമായിട്ടുള്ള മാസ് ഡയലോഗ് പറയാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെ അതെ അതൊരു ഭയങ്കര ഭാഗ്യല്ലേ. സത്യമാണ്. ഇപ്പൊ ആർക്കാ കിട്ടുന്നതൊക്കെ. അതെ, SN സ്വാമി സാറ് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഉണ്ടായിരുന്നു, മമ്മൂക്കയ്ക്ക് പേടി സീമേനെ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആദ്യമായിട്ട് അറിയുന്നു. ഞാൻ ആലോചിച്ചത് എന്തപ്പോൾ അത് അവരെ മാത്രം എനിക്ക് പേടിയായ സ്വാമി. ബിക്കോസ് എന്താ അവൾ ചെയ്യാന്നറിയില്ല എതിരിൽ നിന്നിട്ട്. അത് എനിക്കറിയില്ല, എനിക്ക് എന്നെ തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ചിമ്പുവിൻ്റെ കൂടെ ഒരു പടം ചെയ്തു. അപ്പോൾ റിഹേഴ്സൽസിൽ ഒന്ന് ചെയ്യും, ടേക്കിലൊന്ന് ചെയ്യും. അപ്പോൾ ചിമ്പു പറയാണ് അമ്മ നിങ്ങൾ ரொம்ப டேஞ்சரும்மா, ரிஹர்சல் இவ்வளோ நேரம் வேறு என்னமோ பண்ணிங்க இப்போ டேக்கில் வேறு நான் ஒன்றும் பண்ணல தம்பி, அது வருது அப்படின்னா ரொம்ப കെയർഫുള്ളാக இருக்கணும் ഉங்ககிட்ட എന്നൊരു വാക്ക് പറഞ്ഞു. ഇത് തന്നെ കലാഭവൻ മണിയും പറഞ്ഞു. കലാഭവൻ മണി എൻ്റെ കൂടെ ഒരു ഷോട്ട് ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ടെൻഷൻ പിടിച്ചിരിക്കുകയാണ്. കലാഭവൻ മണിയല്ലേ, നല്ലൊരു നടനല്ലേ, പുള്ളി ടെൻഷനാണ്. സീമേച്ച് വന്നിരിക്കുന്നത്. അന്ന് പുള്ളി ഒരു കാരവാൻ അന്നാണ് വാങ്ങിച്ച് കൊണ്ടുവരുന്നത്. ദൂരെ നിന്ന് എന്നെ കണ്ടിട്ട് കാരവാൻ അപ്പോഴേ പറഞ്ഞയച്ചു, പൊക്കോ സീമിച്ച് അവിടെ ഇരിക്കുന്നു, എടുത്തോണ്ട് എന്ന് പറഞ്ഞു. പോയിട്ട് വന്ന് നിന്ന് എല്ലാം കൂടി ആയിട്ട് കൂടെ നിന്ന് അഭിനയിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇത് മണിയാണ്, ഇത് സീമിച്ച് അറിയാം എന്നൊക്കെ പറഞ്ഞു. കംപ്ലീറ്റ് ആൾക്കാർ, ഓഡിയൻസ് എല്ലാവരും ഇങ്ങനെ കൂടെ ഫുള്ളായിട്ട് നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ടേക്കപ്പ് സാഷ്ടാംഗമായി എൻ്റെ കാലിൽ വീഴും. ഞാൻ പറയും ഇതെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്താ അത്? ചേച്ചിയുടെ വാല്യൂ ചേച്ചിക്ക് അറിയുന്നില്ല. അന്ന് ചേച്ചി ചെയ്ത റോൾസാണ് ഇന്ന് മമ്മൂട്ടിയും മോഹൻലാലും ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ചുമ്മാ പറയുന്നല്ല ഞാൻ. ഞാൻ പറഞ്ഞു അയ്യോ വലിയതായിട്ടൊക്കെ പറയില്ലേ അങ്ങനെ. അല്ല ചേച്ചിക്ക് അറിയില്ല ചേച്ചിൻ്റെ ഇത് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ അഭിനയിച്ചു. ഫസ്റ്റ് ഷോട്ട് എടുത്തു, സെക്കൻഡ് ഷോട്ടിൽ വേറെ ചെയ്തു, മൂന്നാമത്തെ ചേച്ചി ഒന്നിൽ ചെയ്തല്ല ഇങ്ങോട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അത് വരുന്നതാണത്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനിയൊരു ടേക്ക് എടുക്കുമ്പോൾ എനിക്കറിയില്ല എന്താ ഞാൻ ചെയ്തതെന്നുള്ളത്. അങ്ങനെ ഒരു കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സന്തോഷം. അടിപൊളി. ചേച്ചി ആരൂഢം ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ചെയ്തിട്ട് ആ ക്യാരക്ടറിന് വേണ്ട തരത്തിലാണത് മാറ്റിയിരിക്കുന്നത്. ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, വസ്ത്രധാരണത്തിലും ഒക്കെ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം. ആരൂഢത്തിൽ ആ ആരൂഢം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവാർഡ്സൊക്കെ ചേച്ചിക്ക് കൂടുതൽ കിട്ടേണ്ടതുണ്ടെന്ന്. അവാർഡ് കിട്ടിയതാണ്, കിട്ടാനുള്ള സാധ്യത വന്നപ്പം എല്ലാം ശരിയായപ്പോൾ ഞാൻ ആ കോസ്റ്റ്യൂം ഇതേ കുമാരണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ചെമ്മീനിലിട്ടില്ലേ ഷീലാമ്മ, അതുപോലെ ആ ഒരു കെട്ടൊക്കെ വെച്ചിട്ടൊരു ഇല്ലമ്മ അവങ്ങളെ ഇപ്പോൾ ഫാഷനാണ് നടക്கிறாங்க, நீங்கள் இது போடலான்னு പറഞ്ഞു. അയാൾ ഇട്ടതാണ്. ഇത്
അവാർഡിന് പോയപ്പം സത്യജിത് റേ സർ ആ ഡയറക്ടർ ഓ ശശിയേട്ടനെ വിളിച്ച് പറഞ്ഞു ഷീ ലോസ്റ്റ് 1 അവാർഡിൽ പോയി എന്ന്. അല്ലെങ്കിൽ എന്ത് പെർഫോമൻസ് അവർ ചെയ്തിരിക്കുന്നത്, ഐബ്രോ ആണോ ബ്രേസിയർ ആണോ കണ്ടത് ആ പടത്തിൽ, അങ്ങനെ എന്തോ ഒരു മൈനസ് ഉണ്ടായിരുന്നു. ഓ ഓ പക്ഷെ എനിക്ക് അവാർഡ് കിട്ടിയതാണ്, അതെ, അതെ. പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അത് മതി, അത് മതി. അത് മതി, അത് ധാരാളമായിട്ട് മതി. അവളുടെ നടത്തം, അവളുടെ ഒരു ബോൾഡ്നെസ്, എന്നാൽ അവൾ അനുഭവിക്കുന്ന കഷ്ടത, അതിനകത്ത് കുറച്ചൊരു ഇൽനെസ് ഉള്ള കുട്ടിയാണ്. എന്ത് രോഗമാണെന്നുള്ളത് നീലി. നീലിക്ക് ശരിക്കും നീലിയെ പോലൊരു കഥാപാത്രം കിട്ടുന്നത് ഒരു അഭിനേതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ ചേച്ചി? അതൊന്നും എനിക്കറിയില്ല, ആ അതൊക്കെ ശശിയേട്ടൻ്റെ ഇതാണ്. ശശിയേട്ടൻ എന്ത് പറയുന്ന ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതൊന്നും കൂടുതലൊക്കെ ചോദിച്ചാൽ എനിക്ക് പീത്താനൊന്നും എനിക്കറിയില്ല. ശശിയേട്ടൻ്റെ കഴിവാണ് അതൊക്കെ. പക്ഷേ എം ഡി സാറിൻ്റെ ഒരു എഴുത്തിൽ പല പ്രാവശ്യം നമ്മൾ ചെന്ന് മുട്ടാൻ കഴിയുന്നു, പല പ്രാവശ്യം ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ ശശി സാറിൻ്റെ തന്നെ സിനിമകളിൽ എനിക്ക് തോന്നുന്നു 39 സിനിമകളോളം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഉണ്ട്. ചേച്ചി പറയുന്നത് 55ഓളം സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. 55 എന്തോ ഉണ്ട്. 55 സിനിമകളുണ്ടെന്നാണ്. അപ്പോൾ ഈ 55 സിനിമയിലും ഒരു ഡയറക്ടർ ആക്ടറിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം അത് ഭാര്യ ആയതുകൊണ്ട് ഉപയോഗിച്ചല്ല, നമുക്ക് ഈ ക്യാരക്ടേഴ്സൊക്കെ കാണുമ്പോൾ അറിയാം. ബിക്കോസ് ശശിയേട്ടൻ ഒന്നും വാ തുറന്നൊന്നും പറയില്ല. എൻ്റെ ഒരു ബിഹേവിയർ എങ്ങനെ വെച്ചാൽ കുറച്ച് ബോൾഡാണ് ഞാൻ. അങ്ങനെ ഒന്നും പേടിച്ചൊന്നും ഇരിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും പുള്ളി അത് ചെയ്യുന്നതെന്നും കൂടി എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ അമ്മ എന്നെ അങ്ങനെയാണ് വളർത്തിയത്, ബോൾഡായിട്ട്. അമ്മ എന്നെ, അച്ഛൻ 7 വയസ്സിൽ ഡിവോഴ്സ് ചെയ്തപ്പം അമ്മ എന്നെ പഠിപ്പിച്ചതാണ്. പെണ്ണുങ്ങളാണ് 2 പേരും, അമ്മയും മോളും. മോളെ ബോൾഡായിട്ടിരിക്കണം, ബോൾഡ് കൊച്ചിലേ തൊട്ട് എന്തെങ്കിലും. അതായത് അവർ പറയുന്നത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങളെ ബഹുമാനിക്കുക, പക്ഷേ ആണുങ്ങളെ പേടിക്കരുത്. ഇത് അമ്മ എന്നെ പഠിപ്പിച്ചാണ്. എവിടെ പോയാലും ഒറ്റയ്ക്ക് പോകും, അങ്ങനെയൊക്കെയാണ്. തല്ലേണ്ടവരെ തല്ലേം ചെയ്യും, അത് ചെയ്യും, അത് ഉറപ്പാണ്. അത് ആ കഴിവ് ഇപ്പോഴും ഉണ്ട്. കൊടുക്കും. കൊടുക്കാനുള്ള സാധ്യത വന്നാൽ കൊടുക്കും. അല്ല ചുമ്മാ ഒരു ആണിനടിച്ചാൽ കുഴപ്പമില്ലേ, പാവം. ആണെന്നല്ല, പെണ്ണായാലും കുഴപ്പമാണ്. എന്നെ സംബന്ധിച്ചോളം തെറ്റാണെങ്കിൽ അത് ശരിയല്ല എന്ന് ഞാൻ പറയും. അമ്മ എന്നെ കൊച്ചിലേ തൊട്ട് 7 വയസ്സ് തൊട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛനെ കാണാൻ പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്കാണ് പോകുന്നത്. സാറ്റർഡേ സൺഡേയിൽ അച്ഛനെ കാണാൻ പോകും. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ വേറെ താമസിക്കായിരുന്നു അച്ഛൻ? സെപ്പറേറ്റഡ് ആയി? അതായത് ഞങ്ങൾ താമസിച്ചത് പുഷ്വാക്കം, അച്ഛൻ ഉണ്ടായിരുന്നത് ചേത്പട്ട്. അപ്പോൾ നടന്നു പോകും ഞാൻ. കുഞ്ഞാണ്, നിങ്ങൾ ആലോചിക്കണം, 8 വയസ്സ് കുഞ്ഞാണ്, 7-8 വയസ്സ് കുഞ്ഞാണ്. നടന്നു പോകുമ്പോൾ അമ്മ 20 പൈസ തരും കയ്യിൽ കാശ്. മോളെ ബസ്സിൽ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാശ് കയ്യിൽ വെച്ചിട്ട് 5 പൈസയ്ക്ക് കമർ കെട്ടെന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ടാവും, അത് വാങ്ങിച്ച് കയ്യിൽ വയ്ക്കും. കയ്യിൽ വയ്ക്കും. ഈ കയ്യിൽ കല്ലുകൾ ഒരുപാട് എടുക്കും, ഒന്ന് എറിയും, എവിടെ നിൽക്കുന്ന അവിടെ ഓടും, എന്നിട്ട് അതെടുക്കും, വീണ്ടും കയറി. ഇങ്ങനെ പോയി ചെറ്റ്പട്ടിലെ അച്ഛനെയും കണ്ടിട്ട് തിരിച്ചും അതുപോലെ വരും. 15 പൈസ അമ്മയ്ക്ക് കൊടുക്കും. ഇത് സ്ഥിരം. അമ്മ മരിക്കുന്നവരെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത്. ഇതുപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും കല്യാണം കഴിയുന്നവരെ അമ്മേൻ്റെ അടുത്താണ് കാശ് വഴി. എന്ത് വരുന്നു എന്ത് പോകുന്നു ഒന്നും ചോദിക്കൂല. അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് എന്തെങ്കിലും 5 or 10 വാങ്ങിക്കും ഞാൻ. അതാണ് ശീലം. അമ്മയ്ക്കൊരു വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ പിന്നീട് അത് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട്. അമ്മയ്ക്കൊരു ട്രെയിനിലൊക്കെ ഞാൻ പോകുമ്പം വീട് കെട്ടുന്നത് ഒരു തീപ്പെട്ടി പോലെ ഒരു വീടുണ്ടാവും. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റും, കൊച്ചു വീടുകളുണ്ടാവും. ഇതുപോലൊരു വീട് അമ്മയ്ക്ക് കെട്ടി കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ദൈവം അത് വലുതാക്കി തന്നു. ദൈവത്തിൻ്റെ കളിയാണ് എല്ലാം. എനിക്ക് ഭയങ്കര ദൈവവിശ്വാസമാണ്. ഓരോരോ നിമിത്തവും. ഇന്നിപ്പം ഇവിടെ വന്ന് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇൻ്റർവ്യൂ. ഇതാ വന്നിരിക്കുന്നു, ഇതൊരു നിമിത്തമാണ്. നിങ്ങളെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും. പ്രതിസന്ധിയുടെ ഏത് ഘട്ടത്തിലാണ് ചേച്ചിക്കൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്? ഈ പറയുന്ന പടങ്ങളിൽ ഡാൻസറായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ശശിയേട്ടൻ്റെ ഒരു വിളി വരുന്നുണ്ട്. മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആള് സ്റ്റുഡിയോയിൽ തന്നെ ആൾ വന്ന് ചോദിക്കുന്നുണ്ട്, അത് ഹൈദരാബാദ്, അതെ, ഐ വി ശശിക്ക് വേണ്ടിയിട്ട് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഐ വി ശശി ആരാണെന്ന് സത്യമായിട്ട് എനിക്കറിയാം. ശാരദ സ്റ്റുഡിയോയില് ഞാനും നാഗേഷും ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരുത്തരുടെ രൂപത്തിലും ദൈവത്തിനെ ഞാൻ കാണുകയാണ്. ഇപ്പം അമ്മ, ദൈവം വന്നിട്ട് മുന്നിൽ ദൈവമായിട്ട് വരില്ലല്ലോ, മനുഷ്യരൂപത്തിലല്ലേ വരുന്നേ. അമ്മ
അമ്മ എന്നുള്ളൊരു വ്യക്തിനെ ഒരു ദൈവമാണ്. ഇപ്പോൾ ബേബിയേട്ടൻ എന്നെ കൊണ്ടുവന്നു, വിജയേട്ടൻ എന്നെ കൊണ്ടുവന്നു, എൻ്റെ മാസ്റ്റർ ചോപ്ര മാസ്റ്റർ ഉണ്ട്, രാം മാസ്റ്റർ ഉണ്ട്, മാധവ് മാസ്റ്റർ ഉണ്ട്, മൂർത്തി മാസ്റ്റർ ഉണ്ട്. മൂർത്തി മാസ്റ്റർ എന്നുള്ളത് നളിനീൻ്റെ അച്ഛൻ. ഇവരൊക്കെ എൻ്റെ ജീവിതത്തിലുള്ള ഓരോരോ ദൈവങ്ങളാണ്. ഇപ്പം മാധവ് മാസ്റ്റർ നിഴലേ നീ സാക്ഷി അതിന് അഭിനയിക്കാൻ മോളെ അവർ ചോദിക്കുന്നു ബേബിയേട്ടൻ. അപ്പം ബേബിയേട്ടൻ ഒരു ദൈവമാണ് എനിക്ക്, വിജയേട്ടൻ ഒരു ദൈവമാണ്. അപ്പം ഈ മനുഷ്യരെ ദൈവങ്ങളുടെ രൂപത്തിലാണ് എന്നെ വന്ന് ഒരുപാട് സഹായിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ഡാൻസ് അതെ അതെ, രാസലീല പാട്ടിന് രാസലീലയും പിന്നെ ഈ വയലിലൊക്കെ ഉണ്ടാവും സോങ്ങിനും അതിലും ഉണ്ടായിരുന്നു ചേച്ചി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കാണിക്കുന്ന ഡാൻസേഴ്സിൽ ഫസ്റ്റ് ഷോട്ടിൽ ചേച്ചിയുണ്ട്. അതെ, അതില് ഒരു ഹരിപ്പോത്തിന്റെ കൂടെ ഒരു മണിയണ്ണ എന്ന് പറഞ്ഞൊരു ആളുണ്ടാവും. അങ്ങേരെ എപ്പം നോക്കില്ല ആ കുട്ടീൻ്റെ അടുക്ക് ശശി, ആ കുട്ടീൻ്റെ അടുക്ക് ശശി, ആ കുട്ടീൻ്റെ അടുക്ക് ശശി എന്ന് പറയുന്നുണ്ട്. അപ്പം ആദ്യം കാണുന്നത് ഞാൻ ശശിയേട്ടനെ തന്നെ ഈ രാസലീല എന്ന് പറഞ്ഞ സോങ്ങിനാണ്. അപ്പം ഈ പുള്ളിക്കാരൻ മുകളിൽ ക്രെയിനിലിരുന്നിട്ട് എപ്പോഴും നമ്മൾ ക്യാമറമാൻ്റെ കൂടി ക്യാമറ അസിസ്റ്റൻ്റ് ഇരിക്കുള്ളൂ ക്രെയിനിൻ്റെ പുറത്ത്. ഒരിക്കലും ഡയറക്ടർ കയറി ഇരിക്കൂല. ഈ മനുഷ്യൻ ഡയറക്ടറാണെന്ന് എനിക്കറിഞ്ഞില്ല. എന്തുപോലെ ഇവിടെ ഒരു സ്ഥലം, എന്തുപോലെ ഇവിടെ ഒരു സ്ഥലം, ഇവിടെ ഒന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു ഏക്കാത്ത ആൾക്ക് അത്ര അറിയുമോ, ചെറിയാളുള്ള ആൾക്കാരെന്ന് പറഞ്ഞു. അയ്യോ എന്താൾ തണ്ടി ഡയറക്ടർ. ഞാൻ പറഞ്ഞു അയ്യോ എന്നറിയ ഇങ്ങനെ തല താത്തി. അതാണ് ഇതൊക്കെ ഒരു എല്ലാവരും നിമിത്തങ്ങളാണ്. അതേപോലെ തന്നെ അവളുടെ രാവുകളിലേക്ക് വരുമ്പോൾ ക്യാരക്ടർ ഭയങ്കര ബോൾഡായിട്ടുള്ള ക്യാരക്ടറായിരുന്നു ചേച്ചി. അതിലൊരു സീന് ഞാൻ കാണിക്കാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഡെപ്ത് ഉണ്ടായിരുന്നു ആ ക്യാരക്ടറെന്ന് മനസ്സിലാക്കുന്ന സാധനമാണ്. അമ്മ അതൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ ശശിയേട്ടൻ്റെ ഇതാണോ? അത് ഷെരീഫ് സാറല്ലേ അത് എഴുതിയിരിക്കണേ? ഷെരീഫ് സാറ്, ഷെരീഫ് ഞങ്ങൾ എടാന്ന് വിളിച്ചാലും പോടാന്ന് പറഞ്ഞാലും നിങ്ങളെ പോലുള്ളവർക്ക് പരിഭവം പോലും ഇല്ല. അതെ, അയാൾക്കത് മനസ്സിലായില്ല. നീ എന്തൊക്കെയോ പറയുന്നു എന്നാണ് അയാൾ ഡയലോഗ് പറയുന്നത്. സത്യമാണ്. പക്ഷെ ഇന്നും പ്രസക്തമാകുന്ന ചില കാര്യങ്ങളാണ് അതിനകത്ത്. ശശി സാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രോസ്റ്റിറ്റ്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് ശ്രീദേവി ജയഭാരതിയൊക്കെ പോയി കണ്ടിട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളെയൊക്കെ പോയി കണ്ടു, പക്ഷെ നടന്നില്ല. അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വേഷം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാമ്പുള്ളൊരു കഥയാണ് അതിനകത്തുള്ളത്. ഒരു പെണ്ണിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് അതിനകത്ത് കാണിക്കുന്നത്. ആ കാണുന്ന കാഴ്ചയ്ക്കപ്പുറത്തേക്ക് അതിൻ്റെ ഉൾക്കാഴ്ചകൾ ഒരുപാടുള്ള സിനിമയാണ് അവളുടെ രാവുകൾ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രമേയമാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നതും. പക്ഷേ ഈ ബോൾഡ്നെസ്സിനെ അന്ന് അത്ര കൃത്യമായി മനസ്സിലാക്കിയില്ല. പക്ഷെ തിയേറ്ററിൽ വൻ വിജയമായിരുന്നു. ഐ വി ശശിയുടെ മുഖം മാറ്റിയ സിനിമയാണ് അവളുടെ രാവുകൾ എന്ന് പറയുന്നത്. ചേച്ചിയുടെയും ജീവിതം മാറ്റിമറിച്ച ഒരുപാട് റോളുകൾ വന്ന സിനിമയാണ്. പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു യാതൊരു ഇതുമില്ല. പറഞ്ഞു തന്നിട്ടുമില്ല. അഭിനയിക്കുമ്പോൾ അതൊക്കെ ചില സീനിൽ ഞാൻ പോയൊരു ബാത്റൂമിൽ കരയും. എന്തിനാ അങ്ങനെ, നീ കരഞ്ഞോ എന്ന് ചോദിക്കും ശശിയേട്ടൻ. ആണ്, എന്തിനാ കരുന്നേ? എനിക്ക് വൃത്തിയുടെ ഇരിക്കുന്നത്, എന്തിനാ ഇങ്ങനെ അഭിനയിപ്പിക്കുന്നത് എന്നു ചോദിച്ചു. അല്ല നിനക്ക് വൾഗർ ഉണ്ടാവില്ല, ഞാനല്ലേ എടുക്കുന്നത്, നീ നോക്കിക്കോ എന്ന് പറയും. പക്ഷെ ഇത്രയും വൻ വിജയമാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഈറ്റ പറഞ്ഞ പടത്തിന് ഞങ്ങൾ കോതമംഗളം പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട്, ഞാൻ, കമൽ, ശശിയേട്ടൻ, മേ ബി ഷീല മേണ്ടെന്ന് തോന്നുന്നു, ഒരു 10-20 പേരുണ്ട് കവിതാ തിയേറ്ററിൽ. കോതമംഗലത്ത് നിന്ന് കവിതാ തിയേറ്റർ വന്ന് റോഡിൽ കയറാക്കുന്നില്ല, MG റോഡിൽ തിയേറ്റർ കയറുന്നില്ല, വണ്ടി കയറുന്നില്ല. അപ്പോൾ ശശിയേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കൊരു പിടിയില്ല, ഒരു വിവരമില്ല, എൻ്റെ കൂട്ടം ഉണ്ടല്ല. എനിക്ക് അങ്ങനെ ഒന്നും ഒരു പ്രതീക്ഷയുമില്ല, അങ്ങനെ ഒരു ഒന്നുമില്ല. ബ്ലാങ്കാണ് ഞാൻ. അന്നാണ് ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. സൂപ്പർ ഹിറ്റാണ് കേട്ടോ സിനിമ പടം, രാമേത്രേട്ടെ. ഞാൻ വെച്ചാൽ അതിൻ്റെ ABCD എനിക്കറിയില്ല. ചുമ്മാ ഉള്ള പുളുവൊന്നും അടിക്കാൻ പാടില്ല. ഇത് ഹിറ്റാണോ ഇതാണെന്നൊന്നും എനിക്ക്. പടം നന്നായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അവളുടെ രാവുകൾ ഷൂട്ട് ചെയ്തത് ഒരു സ്ഥലത്ത് തന്നെ മാറ്റി രവിയണ്ണൻ്റെ വീട്, പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, അതിൻ്റെ പിന്നിലാണ് ഒരു കുടിലിട്ടിട്ട് എൻ്റെ കുടില്.
അതിൻ്റെ ഓപ്പോസിറ്റ് വീടാണ് സോമേട്ടൻ്റെ ലോഡ്ജ്. ലോഡ്ജ് എന്തൊക്കെ ഈ മനുഷ്യൻ ചെയ്ത് 3 ലക്ഷത്തിന് എന്തെടുത്ത പടമാണ്. ഓ 18 ദിവസത്തിൽ തീർത്തു. ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും ഒരു കലാസംവിധായകനും കൂടി ആയതുകൊണ്ടാണ് ആ പടമൊക്കെ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. പക്ഷേ ചിലരൊക്കെ പറയുന്നത് ഈ ഒരു സംവിധായകനെ കിട്ടിയപ്പോൾ ഒരു ചിത്രകാരനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. ചേച്ചി എന്താണ് അതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യാനുള്ളത്? അല്ല, എനിക്ക് പുള്ളി രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് പോയത്. ആർട്ട് ഡയറക്ടർ എന്നുള്ളത് പുള്ളീൻ്റെ ആ പടത്തിൽ തന്നെ ഉണ്ടാവും. അതെ അതെ. അതുകൊണ്ട് നഷ്ടം ആയിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. അസലായി വരയ്ക്കും, വീട്ടിലുള്ളപ്പോഴും വരയ്ക്കും. ആ വരെയാണ് മകന് കിട്ടിയിരിക്കുന്നത്. ആ മകന് കിട്ടിയിരിക്കുന്നത് നന്നായി വരയ്ക്കും. തെലുങ്ക് സിനിമയിൽ ആക്റ്റീവാണ്. പടങ്ങൾ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ചെയ്യുന്നുണ്ട്. മകളിപ്പോ ഓസ്ട്രേലിയയിലാണ്. അങ്ങാടി ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. അങ്ങാടിയിലെ ആ ജോഡിയെ അന്നത്തെ കാലഘട്ടത്തിൽ പലരും അത്രയും ആരാധനയോടുകൂടി കണ്ടു. ജയൻ സീമ എന്ന് പറയുന്നത് ഭീകരമാണ്. അതെ, അന്നത്തെ കാലമല്ല, ഇന്നത്തെ കാലത്തും ഉണ്ട്. അപ്പൊ നോക്കിയാലും ജയൻ സീമ തന്നെ. മനുഷ്യൻ മരിച്ച് 45 കൊല്ലമായി, ഇന്നും അത് തന്നെ ജയൻ സീമ. അതെ, കണ്ണും കണ്ണും തമ്മിൽ കഥകൾ കൈമാറുവാൻ ഒരു കുട്ടി വരുന്നുണ്ട് ഇന്നാള് വന്ന ഒരു, എനിക്ക് എന്ത് ഇഷ്ടറിയോ ജയൻ സീമ. എത്ര വയസ്സായും ചോദിച്ചേ? 40 ആയിട്ടുള്ളു. അയാൾ മരിച്ചിട്ട് 45 കൊല്ലമായി. നീ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ ഭയങ്കര ഇതാണെന്ന്. ഇത് ജേട്ടൻ്റെ ഒരു ഇത്. അത് പിന്നെ പല സിനിമകൾ അതേപോലെ തന്നെ. ഇപ്പോൾ 77-ൽ അവളുടെ രാവുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനില്ലല്ലോ, പക്ഷേ ഞാനിപ്പോൾ ആ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നില്ലേ. പടുഭാവി. ഈ സിനിമ പോലെ തന്നെ ഈ ക്യാരക്ടേഴ്സ് പലതും ചേച്ചിയാണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിലാണ് ചേച്ചിയുടെ ജീവിതം വായിക്കുമ്പോൾ മനസ്സിലായത്. ഇപ്പോൾ വിശുദ്ധ ശാന്തി വായിക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് 100 സിനിമയ്ക്കുള്ള കഥ ഉണ്ട് ഇപ്പോഴും അതിനകത്ത്. അതും എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ 20% മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ചേച്ചിയുടെ കഥ ഈ വിശുദ്ധ ശാന്തിയിലൂടെ. ഇനിയും ഒരുപാട് പറയാനുണ്ട് എന്നർത്ഥത്തിലാണ് ചേച്ചി പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ദീദി ചേച്ചിയോട് ഞാൻ സംസാരിക്കുമ്പോൾ ദീദി പറഞ്ഞത് തന്നെ അതൊരു അത്ഭുത പ്രതിഭാസമാണെന്നാണ്. ഇതെങ്ങനെയാണ് ഈ ഇത്രയും സാധ്യത, അതായത് അപ്പ് ആൻഡ് ഡൗൺസിനെയൊക്കെ ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർ നേരിടുന്നത് എനിക്കിതുവരെയ്ക്കും മനസ്സിലായിട്ടില്ലെന്നാണ് ദീദി. താങ്ക് യു ദീദി. ചെറുപ്പത്തിൽ ഒരുപാട് ഡൗൺഫോളിൽ നിന്നാണ് ചേച്ചി കയറി വന്നത്. പക്ഷെ അത് ചേച്ചി ആവേശിച്ചിട്ടില്ല എന്നുള്ളതും ദീപ്തി പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ചേച്ചി ഈ അപ്പ് ആൻഡ് ഡൗൺസിനെ നോക്കിക്കണ്ടിരുന്നത് ഓരോ സമയത്തും? അല്ല, അത് ജനിച്ചപ്പോൾ നന്നായി ജനിച്ചു. നല്ല ഒരു രീതിയിൽ നല്ല ആദർശ് വിദ്യാലയത്തിൽ പഠിപ്പിച്ചു. അച്ഛൻ 3 ജോലിക്കാരാണ്, കാറുണ്ട്, നല്ല വീട്. അങ്ങനെ ജനിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു 6 വയസ്സിൽ ഡിവോഴ്സായി പോയപ്പോൾ 7ാമത്തെ വയസ്സിൽ എല്ലാം തലത്തിരിഞ്ഞു പോയി. അപ്പോൾ അത് വിട്ട് കാണുകയാണ്. അപ്പം ആ കുട്ടിക്കാലം കളിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അതൊക്കെ, ആ പ്രായമൊക്കെ. അതൊക്കെ കിട്ടാതെയായിരുന്നു. അതൊക്കെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയപ്പോൾ അത് തിരിച്ച് എനിക്ക് വന്നു. അപ്പോൾ ശശിയേട്ടൻ 3 മക്കളായിട്ടാണ് ഞങ്ങളെ കാണുന്നത്. ഞാനൊന്ന്, മോനൊന്ന്, മോളൊന്ന്. 3 പിള്ളേരെ കൊണ്ട് തോറ്റ് ഞാൻ ഇന്നേ പറയുള്ളൂ. കളിക്കും, ഭയങ്കരമായിട്ട് കളിക്കും. ഈവൻ സ്റ്റിൽ എൻ്റെ മോൻ്റെ കൂടി കളിക്കും. ഇന്നലെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ഇന്നലെ വൈകുന്നേരം. മോനെ അമ്മ ഒന്നും ചെയ്തില്ല മോനെ, പായസം പോലെ ആരും വെച്ച് തന്നില്ല, എനിക്ക് പിസ്സ വേണം. അവൻ്റെ ചോദ്യം, നല്ല പിസ്സ വേണം ചീത്ത പിസ്സ വേണം? അതെന്നാ മോനെ നല്ല പിസ്സ ചീത്ത പിസ്സ? ആ പിസ്സൻ്റെ പേര് പറഞ്ഞ് എന്നെ തല്ലും. അപ്പോൾ 2 പിസ്സ ഇതല്ലേ അമ്മയ്ക്ക് ഇഷ്ടമെന്ന്. അത് വേണ്ട, മോൻ ഓർഡർ ചെയ്യുന്ന പിസ്സ. അവൻ ഓർഡർ ചെയ്ത് എനിക്ക് അയച്ച്. നൈറ്റ് ഞാൻ നളിനി വന്നിരുന്നു നല്ല ഒരു ഫംഗ്ഷന് പോകാൻ. അവളും ഞാനും കഴിച്ചു. ആ സൂപ്പർ പിസ്സ ഞാൻ അനുമോനെ വിളിച്ച് പറയാന്ന് പറഞ്ഞ്. ഇതാണ് അതങ്ങനെ ടേക്ക് ഇറ്റ് ഈസിയാണ്. ലൈഫ് വളരെ ഷോർട്ടാണ്. അതിനെ നമ്മൾ എത്ര സന്തോഷമായിട്ട് പോസിറ്റീവായിട്ടിരിക്കും അത്രയും നമുക്ക് നല്ലതാണ്, നന്മകളാണ്. കുട്ടികളുടെ അടുത്തും ഞാൻ ഒരു കുട്ടീനെ പോലെ പെരുമാറുന്നത്. അവരുടെ അടുത്ത് അമ്മയാണ്, അങ്ങനെ ഒന്നും ഒരു രീതിയിലല്ല പെരുമാറുന്നത് ഞാൻ. അവരുടെ അടുത്ത് ഒരു കുഞ്ഞായിട്ടേ പെരുമാറുള്ളൂ. അവർ അത് മേ ബി എൻ്റെ മോള് എൻ്റെ അമ്മയായിട്ടോ എൻ്റെ മോനെ എൻ്റെ അച്ഛനായിട്ടോ ഞാൻ കരുതുന്നു. അങ്ങനെ എടുത്താൽ പോരെ. ചേച്ചി ഡൗൺസിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ജപ്തി ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വസ്തു വിറ്റാൽ തീരാമായിരുന്ന ഒരു പ്രശ്നം
അത് വളർന്ന് മൊത്തത്തിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് ആകുന്ന സമയത്ത് ചേച്ചി കളക്ട്രേറ്റിലാണോ ജയലളിതനെ ആ കാണുമ്പോൾ കളക്ട്രേറ്റിൽ പോയി നിൽക്കുന്ന എനിക്കത് സമയത്ത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇത്. ഭയങ്കര നെക്ക് മൂമെന്റിലാണ് ഞാൻ പോയത്. അപ്പം ഇവര് അസാധ്യ സ്ത്രീയാണ് കേട്ടോ. ഞാൻ പോയത് സുകുമാരി അമ്മ എനിക്ക് പറഞ്ഞു തന്നെ, മോളെ നീ വന്നിട്ട് ജയലളിതനെ ഒന്ന് പോയി കാണുന്നു. അപ്പം നേരെ പോയി അവരുടെ വീട്ടിൻ്റെ അവിടെ നിന്നു. അപ്പം വെളിയിൽ നിന്ന് ആൾ പറഞ്ഞയച്ചു, ആൾ ഉള്ളിൽ പോയി പറഞ്ഞു എന്താ സീമാമ്മ വന്നിരിക്കാങ്ക. അപ്പോൾ അവർ എവിടെയോ കാഞ്ചീപുരത്ത് പോവാണ്, അവരെ നമ്പർ വാങ്ങിച്ചു വെച്ചേക്ക്, ഞാൻ വിളിക്കാമെന്ന് പറയാമെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞയച്ചു. ഞാൻ വിചാരിച്ചു അത്രയേ ഉള്ളൂ, ഇനി ബിസിയല്ലേ, എവിടെ വിളിക്കാമെന്ന്. പക്ഷെ ജൂണിൽ വിളിച്ചു അവരെന്നെ. ജൂണിൽ 6th എനിക്ക് ഡേറ്റും കൊടുത്തു, വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സീമ ഈ ശശി എന്ന് പറഞ്ഞ് കൊടുത്തയച്ചു. ഞാൻ പോയ അന്ന് ഒരുപാട് പേരുണ്ട്. അന്ന് വിജയ് ഉണ്ടായിരുന്നു, ശരത് കുമാർ ഉണ്ടായിരുന്നു, എല്ലാം ഓരോരോ ഇതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറുകയാണ്. അത് അന്ന് ഞാൻ സിനിമ എന്നുള്ളത് എത്ര ബഹുമാനമാണെന്നുള്ളത് എൻ്റെ ചോറാണത്. പക്ഷേ ഇത്രയും ബഹുമാനമുണ്ട് ഇതിനുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ കയറുന്നു, ഈ അമ്മ ഇങ്ങനെ എണിക്കുന്നു. ഭയങ്കര ഞാൻ ഇങ്ങനെ കയറുന്ന ഇവരെങ്ങനെ എണിക്കുന്നു, ആലോചിച്ച് നോക്കി ഞങ്ങൾ. എണിക്കുന്നു. അടുത്ത അസിസ്റ്റൻറ്റ് ഷീല നായർ എന്ന് പറഞ്ഞ് അവരും എണിക്കുന്നു. ഈ മാഡം എണീറ്റപ്പോൾ അവരും എണിക്കുന്നു. ഇത് ഇങ്ങനെ നോക്കി, വാങ്ങ ശശി വരില്ലാന്ന് ചോദിച്ചു. ഇല്ല കറങ്ങുന്നു. ഞാൻ ഇരുന്നതിന് ശേഷം അവരിരുന്നേ. അത് ഞാനൊരു സാധാരണ ഒരു പെണ്ണാണ്, ഒരു നടീന്ന് അപ്പുറത്ത് ഒരു സാധാരണ ഒരു പെണ്ണാണ്. ഇവരത് ബഹുമാനിക്കുന്നത് കണ്ടപ്പം എനിക്കത് സിനിമേനോട് ബഹുമാനം തോന്നി. ഇത് ആർക്കും കിട്ടാത്തൊരു പൊസിഷനാണ് ഈ സിനിമ എന്നുള്ളത്. അങ്ങനെ എളുപ്പത്തിൽ എല്ലാവർക്കും കിട്ടൂല, കിട്ടുന്നവർക്ക് ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു എന്നിട്ട് അവർ പറയാണ്, അവർ ജയ TV-യിൽ 2 സീരിയൽ ചെയ്തു. ബാലചന്ദ്ര സാർ ரொம்ப நல்லா பண்ணீங்கன்னு ചോദിച്ചു. ரொம்ப நல்லா இருந்தது, ബ്യൂട്ടിഫുൾ, ഹാറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്രയും തിരക്കിൽ നിങ്ങൾക്ക് കാണാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് ഞാൻ പാപ്പ എല്ലാം. എനിക്ക് ഭയങ്കര ഇത്. എന്നിട്ട് എനിക്ക് അവർ ഈ റോസ് പൂവെന്നൊക്കെ അല്ലേ നമ്മൾ കേൾക്കുന്നത്, അതുപോലെ ഇരിക്കുന്ന അവര് ഞാൻ തൊട്ടോട്ടെ ഒന്നും ചോദിച്ചു. പോയ കാര്യം വേറെ, സംസാരിക്കുന്ന വേറെ, തൊട്ടേട്ടെ പിന്നെ എന്താന്ന്. എന്നിട്ട് പിടിച്ച് ഉമ്മ വെച്ചു ഞാൻ. അപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് അവരെ അസിസ്റ്റന്റിനെ വിളിച്ചു, സുബ്രഹ്മണ്യം சீமா மேடத்துக்கு என்ன வேணுமோ அது பண்ணி கொடுங்க, ஒன்றும் இது பண்ணக்கூடாது, எல்லாரையும் சஸ்பெண்ட் பண்ணுங்க. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം സസ്പെൻഡ് ചെയ്യുന്നതല്ലാതെ സൊല്യൂഷൻ, ഞാനിങ്ങനെ വെളിയിൽ വരണം എന്നുള്ളതാണ് സൊല്യൂഷൻ. അതെനിക്ക് ചെയ്ത ആരും വയറ്റുപഴപ്പ് അടിക്കാനുള്ള ഇതല്ല, എന്താന്നുള്ളത് സിമിക്ക് എന്താന്നുള്ളത് എഴുതി കൊടുത്തിട്ട് പോകുന്നു. പക്ഷെ അവരത് ചെയ്തു കൊടുത്തവർ. അതുകൊണ്ടാണ് ശരിക്കും സർവൈവ് ചെയ്യാൻ പറ്റിയത് ആ ഘട്ടത്തിൽ. മേ ബി ഉണ്ടാവാതെ അത് പിന്നെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചിലർ ഇപ്പോൾ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും ഈ ക്യാമറമാനെ ഹെൽപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ അപ്പം ചെയ്യണ്ട. ഇത് ചെയിനാണല്ലോ. അതെ അതെ, ഒരാൾക്ക് ചെയ്യണമെന്ന് തോന്നും, പക്ഷെ ക്യാമറമാനെ ഇതെന്തോന്ന് അവർ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ ഒക്കില്ല. അങ്ങനെ പോയതാണ്. പക്ഷെ ആ സമയത്ത് ചേച്ചി ശരിക്കും ഇതിനെ ഫേസ് ചെയ്യുന്നതിന് വേറെ അധികം സഹായങ്ങളൊന്നുമില്ല. എല്ലായിടത്തുനിന്നും കിട്ടിയിട്ടുണ്ടായ ഒരു പാരയായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ പ്രശ്നങ്ങളായിരുന്നു ചേച്ചി അങ്ങനെ ഒറ്റപ്പെടുത്തുകയും ഇത്രയും ക്രൈസിസിലേക്ക് കൊണ്ടുവന്നത്. ആ സമയം ഞാൻ പറഞ്ഞില്ലേ, ഓരോരു ദൈവം മനുഷ്യ രീതിയിൽ വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അതിനുള്ള ഇതാണ്. എനിക്ക് മോനായിട്ട് ഹെൽപ്പ് ചെയ്തു, മോഹൻദാസ് നമ്മളെ ട്രിവാൻഡ്രത്ത് പുള്ളി ഹെൽപ്പ് ചെയ്തു. എല്ലാവരും എൻ്റെ കൂടെ നിന്നു, ലിസി എൻ്റെ കൂടെ നിന്നു. ഇങ്ങനെ ഓരോരുത്തർ റാണിമ എൻ്റെ കൂടെ, എല്ലാവരും ഓരോരുത്തരും എൻ്റെ കൂടെ നിന്നതാണ് ആ സമയത്ത്. അതൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞതിൻ്റെ സത്യമാണ്. ഇതൊക്കെ എന്ത് നടന്നു. എന്തിന് അയ്യപ്പൻ കോയിലെ ക്ഷേത്രത്തിൽ ഓരോരുത്തരുടെ കണ്ണെന്നും കണ്ണീരും കണ്ടു ഞാൻ. അപ്പം എന്തുമാത്രം അവരുടെ രൂപത്തിൽ ഞാൻ കാണുകയാണ് അവരെയൊക്കെ. ഞാൻ മാത്രം പോന്നു.
ശശിയേട്ടനെയും മക്കളെയും അയച്ചു വീട്ടിൽ തിരിച്ച്. ഉം. ഞാൻ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നു, അമ്മേൻ്റെ വീട്ടിലിരുന്നു. ഉം. 3-ാമത്തെ ദിവസം വെള്ളിയാഴ്ച അമ്പലത്തിൽ കയറുന്നു. എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം കൃഷ്ണതന്ത്രി അയ്യപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് നല്ല സ്ത്രീയാക്കിയിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നന്നായി വരും, വിഷമിക്കേ വേണ്ട. ഞാൻ വിഷമമേ ഇല്ല എന്ന് പറഞ്ഞ് തൊഴുതിട്ട് വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഉം. ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ. പക്ഷേ എൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഫോർവേഡ്. ഉം. ഇതിൽ യാതൊരു കുഴപ്പവും പാടില്ല. നമ്മളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശുദ്ധമാണെങ്കിൽ നല്ലതേ നടക്കുള്ളൂ. ചേച്ചി മറ്റുള്ളവരെ കുറ്റം പറയാനല്ല സമയം വിനിയോഗിക്കുക. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആരെയും ബ്ലെയിം ചെയ്യാറില്ല. ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലല്ലോ. ഉം. ബ്ലെയിം ചെയ്യാൻ പാടില്ല. അതെങ്ങനെയാണ് അങ്ങനെ ഒരു നമുക്കതൊരു തോട്ടല്ലേ, ആ തോട്ടിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറേ അത്തരം കാര്യങ്ങൾ അല്ല, പഠിക്കണം. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അത് എൻ്റെ മുമ്പിൽ അവർ വീഴുന്നത് ഞാൻ കാണുന്നു. ഓ അങ്ങനെയാ, അങ്ങനെ എടുത്താൽ മതിയല്ലോ. ഓ ഇപ്പം എൻ്റെ അച്ഛൻ ഉം. തന്നെ ഒരു ഇതാണ്. അച്ഛൻ മരിക്കുമ്പം കഷ്ടപ്പെട്ടായിരുന്നു. അതെ. അപ്പം അതൊക്കെ നമ്മളുടെ മുമ്പിൽ കാണിക്കുകയാണ്, ഉം. ദൈവം കാണിക്കുന്നുണ്ട്. അതിനെ നമ്മൾ കുത്തിപ്പൊക്കാൻ പാടില്ല. പക്ഷേ ഈ അച്ഛൻ മരിക്കുന്ന സമയത്തും ചേച്ചിയോട് സഹായം ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയെ ഒരാളെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അച്ഛൻ പറയുമ്പോൾ ആ സമയത്ത് ചേച്ചി അത് ചെയ്താണ് ശരിക്കും ചേച്ചി അവിടെ ഹീറോ ആവുന്നത്. ശരിക്കും അല്ല, ചെയ്യാൻ പറഞ്ഞ എൻ്റെ അമ്മയാണ്, ഉം. ഞാനല്ല. എൻ്റെ അമ്മയാണ്. ഓ അമ്മ പറഞ്ഞു. അമ്മയാണ്, നല്ല ബാക്ക് ബോണാണ് അമ്മ. അമ്മ പറയും, മോളെ ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മേൻ്റെ ധൈര്യമാണ് എനിക്ക്. അമ്മ ഭയങ്കര ബോൾഡാണ്. കരയില്ല സ്ത്രീ, വിഷമിക്കേണ്ട കേട്ടോ മോളെ, നന്നായി നടക്കട്ടാ, ഇതിങ്ങനെ പറയുള്ളൂ. അന്ന് ഒരാളെ കൂടെ സംരക്ഷിക്കാൻ പറഞ്ഞു, ലക്ഷ്മിയെ കൂടെ കൂട്ടി. ഇപ്പോഴും ലക്ഷ്മി കൂടെ തന്നെ ഇല്ലേ? ഉണ്ട്. ഇതിപ്പോഴും പറഞ്ഞിട്ടാ വന്നേ ഞാൻ. അങ്ങനെയും നമുക്ക് പ്രതികരിക്കാമല്ലേ, അങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്തും പ്രതികരിക്കാം നമുക്ക്. അത് ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ്. നമ്മൾ എന്ത് നോക്കി പോണോ അത് മനസ്സിൽ വെച്ചിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് നല്ല ഹെൽപ്പല്ല. അത് പാടില്ല. ഈ ശശി സാർ അധികം സംസാരിക്കാത്ത ഒരാളാണ്. മാം ആണെങ്കിൽ അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം നല്ലോണം തല്ലി പിടിക്കാനും ഒക്കെ പറ്റുന്നതാണ്. പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ, നിങ്ങൾ പ്രൊഫഷൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ സംസാരിക്കില്ല. വീട്ടിൽ ഒരു വാക്ക് സംസാരിക്കില്ല. ഈവൻ സ്റ്റിൽ എൻ്റെ മോൻ്റെ അടുത്തും, ഇന്ന് എന്താ ചെയ്യുന്ന മോനെ, പടം എന്തായി, എങ്ങനെ പോകുന്നു, ഇതൊന്നും ചെയ്യേയില്ല. ഇപ്പം ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ഓണത്തിന് വരുമോ മോനെ, നോക്കട്ടെ അമ്മ എന്നാ വരൂ, ഇതാണ് ഇത്. അല്ലാതെ അപ്പോഴും ഞാൻ പറഞ്ഞു, ജോലി ഉണ്ടെങ്കിൽ എന്നോ മോനെ, കുഴപ്പമില്ല, മോൻ ജോലി നോക്കി, ഇത്രയേ ഉള്ളൂ. അല്ലാതെ എന്തുകൊണ്ട് വരുന്നില്ല, നീ വന്നേ പറ്റൂ, ഇത് അങ്ങനെയൊന്നും നമ്മൾ സംസാരിച്ചുകൂടാ. അത് ഞാൻ പഠിച്ച പാഠമൊക്കെ ആയിരിക്കും, അനുഭവിച്ച അനുഭവങ്ങളായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ ഇപ്പോൾ പ്രേം നസീർ സാറിനെ അധികം പ്രൊമോട്ട് ചെയ്യാൻ ശശി സാർ തയ്യാറായിട്ടില്ല. പക്ഷെ മാം ആണെങ്കിൽ ഒത്തിരി സിനിമകളിൽ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, സൂപ്പർ ഹിറ്റും ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സോമൻ സാറുമായിട്ട് ചെറിയ തെറ്റിലുണ്ടായതിനു ശേഷവും മാം സോമൻ സാറിന്റെ സിനിമകൾ നിരന്തരമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എനിക്കറിയില്ലല്ലോ, ഇവർ തമ്മിൽ എന്താന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇപ്പോഴല്ലേ പറഞ്ഞ് സംസാരിക്കില്ല എന്ന്. അത് പുള്ളിയും പറയില്ല നീ അഭിനയിക്കരുത്, അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ അതാ എന്തെങ്കിലും പറഞ്ഞെന്നല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. എനിക്കതൊന്നും അറിയില്ല. എന്നിട്ട് ഒരു നോയും ഇന്നേ വരെ പറഞ്ഞിട്ടുമില്ല അല്ലേ? ഒന്നും പറയില്ല. അവിടെ പോയത് ഇവിടെ ഒന്നും പറയില്ല. ഇവൻ കല്യാണം കഴിക്കുമ്പം തന്നെ നീ അഭിനയം നിർത്തണം എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു, നിർത്താന്ന് പറഞ്ഞു. അപ്പൊ ഈ ശംഖുമാമനും ബഹദൂർക്കൊക്കെ പറഞ്ഞു, നീ അങ്ങനെ ഒരു സെൽഫിഷ് ആവരുത്, അവൾ നല്ലൊരു നടിയാണ്, അവളെ നീ വന്നിട്ട് ഇതാക്കാൻ പാടില്ല. അങ്ങനെ പുള്ളി സമ്മതിച്ചാണ് അഭിനയിച്ചു വന്നു. നല്ല തീരുമാനം. എനിക്ക് അതും കൂടി ഒന്നുമില്ല.